സഖാവിനെ വീട്ടിൽ പോയി സന്ദർശിച്ചു. ഇപ്പോൾ ഒന്നുകൂടെ കണ്ടിട്ട് മടങ്ങാൻ വന്നതിൽ നിയമസഭാ കവാടത്തിനോട് വന്നിരിക്കുകയാണ്. പുതുശ്ശേരിക്കും മലമ്പുഴയ്ക്കും മുണ്ടൂരിനും എല്ലാം വേണ്ടി ഒരുപാട് വികസനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുള്ള ഒരു പ്രിയപ്പെട്ട നേതാവ് തന്നെയായിരുന്നു അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ മറ്റാർക്കും ലഭിക്കാത്തൊരു ഭാഗ്യം മലമ്പുഴ മണ്ഡലത്തിലെ ഞങ്ങളുടെ സ്വന്തം മലമ്പുഴയുടെ സ്വന്തം VS എന്നാണ് ഈ കേരളം അറിയപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ഈ കേരള നിയമസഭയിലേക്ക് ഈ കേരളത്തിലേക്ക് നടന്നു കയറുന്നതിൽ മലമ്പുഴയുടെ പ്രധാന പങ്ക് വഹിച്ച ഞങ്ങൾക്ക് ഏവർക്കും അഭിമാനത്തോടെയാണ് ഓരോ നിമിഷവും ഞങ്ങൾ ഓർക്കുന്നത്. എൻ്റെ കഞ്ഞി വോട്ട് മുതൽ VSന് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുള്ളത്. കണ്ണേ കരളേ എന്നുള്ള മുദ്രാവാക്യം മലമ്പുഴ മണ്ഡലത്തിൽ നിന്നാണ് മുഴങ്ങിയിട്ടുള്ളത്. ആ ഒരു ആവേശം തന്നെയാണ് ഞങ്ങളെ ഈ പാർട്ടിയിലേക്ക് നയിച്ചിട്ടുള്ളതും. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഒരു നേതാവ് ഈ കേരളത്തിലുണ്ടെങ്കിൽ അത് VS തന്നെയാണ്. അത് കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകൾക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു നേതാവായി കേരളത്തിൽ വളർന്നു വരാൻ VSന് മാത്രമേ നാളെ വരെ സാധിച്ചിട്ടുള്ളൂ എന്നത് അഭിമാനത്തോടുകൂടി ആവേശത്തോടുകൂടി ഞങ്ങൾ ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു തവണ കൂടി വീണ്ടും കാണണമെന്നുള്ളൊരു മോഹത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞങ്ങളുടെ പുതുശ്ശേരി പഞ്ചായത്തിന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ VSൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്നാഗർ, അതുപോലെ തന്നെ ബെമിൽ, കഞ്ചിക്കുട്ട കോച്ച് ഫാക്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ. അതെ VS മുഖ്യമന്ത്രിയാക്കുന്ന കാലഘട്ടത്തിൽ കിൻഫ്ര എന്ന പദ്ധതിക്ക് മുൻതൂക്കം കൊടുത്ത് ആ കിൻഫ്രയിലൂടെ നിരവധിയായ ജനങ്ങൾക്ക് ആ മേഖലയിലെ ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് VSൻ്റെ ആശയം കൊണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചതെല്ലാം VSൻ്റെ ഭൗതിക ശരീരം മലമ്പുഴയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് അത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് യുവാക്കളും അമ്മമാരും അച്ഛന്മാരും VSൻ്റെ ഒരു നോക്ക് അവസാനം കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൊണ്ടാണ് നാട്ടിനകത്തുണ്ട് എന്നുകൂടിയാണ് ഞങ്ങൾക്ക്. നിരവധി ആളുകളാണ് പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് VSൻ്റെ സ്വന്തം മലമ്പുഴയിൽ നിന്ന് VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. ഇന്നലെ VS മരിച്ചു, ഇനി VS ഇല്ല എന്ന വിവരം അറിഞ്ഞത് മുതൽ തന്നെ പാലക്കാട് നിന്ന് മലമ്പുഴയിൽ നിന്ന് മലമ്പുഴ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയെത്തിയതാണ്. ഇതിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. ആ ഒഴുക്ക് ഇപ്പോഴും തുടരുക തന്നെയാണ്. അവസാനമായി VSനൊന്ന് കാണണം, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി ഒരു കണ്ട് അഭിവാദ്യം അർപ്പിക്കണം എന്നുള്ള ഒറ്റ ബോധത്തോടു കൂടിയാണ് ഈ ആളുകളെല്ലാം തിരുവനന്തപുരത്തേക്ക് ഒഴുകി എത്തുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, റിപ്പോർട്ടർ പാലക്കാട്.